നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്പെട്ട ജിജ്ഞാസുക്കളെ, പഠിതാക്കളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹനിർഭരമായ പ്രണാമം ആദ്യമായി അർപ്പിക്കട്ടെ. ഈ വർഷത്തെ നാരായണ ഗുരുകുല കൺവെൻഷന് ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ്. കൺവെൻഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സുകളിലേക്ക്, ചിന്തകളിലേക്ക് ഓടിയെത്തുന്ന ഒട്ടേറെ കൺവെൻഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന മത കൺവെൻഷനുകൾ, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ കൺവെൻഷനുകൾ, രാഷ്ട്രീയ കൺവെൻഷനുകൾ, എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടും ലക്ഷ്യവുമാണ് പതിറ്റാണ്ടുകളായി സംഘടിപ്പിച്ചു വരുന്ന നാരായണ ഗുരുകുല കൺവെൻഷൻ ഉള്ളത് എന്ന് ആമുഖമായി തന്നെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ കൺവെൻഷനിൽ ചർച്ചകൾക്ക്, ചിന്തകൾക്ക്, പഠനങ്ങൾക്ക് വിധേയമാക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്തായ ദർശനമാണ്. ആ ദർശനം ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യങ്ങളെ അനർത്ഥമാക്കുക, അത് സ്വായത്തമാക്കുക, അതുവഴി ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് വിവക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യമിടുന്നത്, ആ ലക്ഷ്യപൂർണതയിലേക്കാണ് ഗുരുകുല കൺവെൻഷൻ കടന്നു പോകുന്നത്. ഇവിടെ നാം ഇപ്പോൾ കേട്ട ഗുരു മുനി നാരായണ പ്രസാദ് സ്വാമികളുടെ പ്രവചനത്തിലൂടെ അവസാനം സൂചിപ്പിച്ച ശ്രേയസിൻ്റെയും പ്രയസിൻ്റെയും മാർഗം ഗുരു ഹോമമന്ത്രത്തിലൂടെ ഉയർത്തിക്കാണിച്ചത് ഗുരു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ മഹത്വപൂർണമായ മാനവിക ദർശനമാണ് മറ്റു ദാർശനിക ആചാര്യന്മാരിൽ നിന്നും, മറ്റു ദാർശനിക സംഹിതകളിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെ വ്യത്യസ്തമാക്കുന്ന മഹത്വം എന്ന് നമുക്ക് അറിയുവാൻ കഴിയും. ദർശനത്തെയും ദാർശനിക അദ്വൈത ദർശനത്തെ, അല്ലെങ്കിൽ ഏകത്വ ദർശനത്തെ, ഏകത്വ കാഴ്ചപ്പാടിനെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഗുരു ശ്രമിച്ചു എന്നുള്ളതാണ് ഗുരുവിൻ്റെ ജീവിത മാഹാത്മ്യവും ദാർശനിക മാഹാത്മ്യവും നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഗുരുവിൻ്റെ ദർശനത്തിലേക്ക്, ഗുരു സന്ദേശങ്ങളിലേക്ക്, ഗുരുവിൻ്റെ തത്വ സംഹിതകളൊക്കെ നാം പരിശോധിച്ചാൽ അതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് നന്നാകാനും ഒന്നാകാനുമാണ് എന്ന് കാണുവാൻ കഴിയും. മനുഷ്യൻ നന്നാകണം എന്നാണ് ഗുരുദർശനത്തിൻ്റെ ആകത്തുക നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്.
നമ്മെ പഠിപ്പിക്കുന്നു. നന്നാകലിന്റെ പാത ഏറ്റെടുക്കുന്നത് മതവും വിശ്വാസവും ആചാരങ്ങളും ഒക്കെയാണ്. എന്നാൽ ആ ആചാരവും വിശ്വാസവും ഒക്കെ ദിശാബോധം തെറ്റുകയോ ദിശയിൽ നിന്ന് മാറി പ്രവർത്തിക്കുകയും സഞ്ചരിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരു പറഞ്ഞു. ഏത് വിശ്വാസ പ്രമാണങ്ങളിലൂടെ സഞ്ചരിച്ചാലും ഏത് ആചാര അനുഷ്ഠാനങ്ങൾ അനുവർത്തിച്ചാലും മനുഷ്യനായി ജീവിക്കുവാൻ കഴിയണം എന്നാണ് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം നന്നാകുക എന്ന് വെച്ചാൽ നല്ല ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് ശാരീരിക പുഷ്ടി പ്രാപിക്കുക എന്നുള്ളതല്ല. നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാം നേർവഴിക്ക് നയിക്കുവാനും സമ്പന്നമാക്കുവാനും കഴിയണം. മാനസിക ദൈക്ഷണിക ചിന്താമണ്ഡലങ്ങളെ സമ്പന്നമാക്കുകയാണ് കൊണ്ടുള്ള ഒരു കർമ്മകാണ്ഡമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മകാണ്ഡം. ആ കർമ്മകാണ്ഡത്തിലെ അവിസ്മരണീയങ്ങളായ മുഹൂർത്തങ്ങൾ, ആ പ്രതിഷ്ഠാനന്തരം ഗുരു നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ, പ്രതിഷ്ഠാനന്തരം ഗുരു രചിച്ചിട്ടുള്ള കൃതികളിലൂടെയെല്ലാം നാം കണ്ണോടിക്കുമ്പോൾ ഇവിടെ സാമൂഹ്യപരമായി, സാംസ്കാരികപരമായി, ആധ്യാത്മികപരമായി പിന്തള്ളപ്പെട്ടു പോയ ജനവിഭാഗത്തെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന കേന്ദ്രങ്ങളായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളെ ഗുരു കണ്ടിരുന്നത് എന്ന് കാണുവാൻ കഴിയും. 1888 ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവൻ ആ പാറപ്പുറത്ത് അന്ന് ലഭ്യമായ പച്ചിലച്ചാറുകൾ കൊണ്ട് ഗുരുവിൻ്റെ തൃക്കൈകളാൽ എഴുതി വെച്ച സന്ദേശം ഇന്ന് ലോകമെമ്പാടും മുഴങ്ങി കേൾക്കുകയാണ്. ആ സന്ദേശത്തിൽ ഗുരു പറഞ്ഞതെന്താണ്? ക്ഷേത്രപ്രതിഷ്ഠാനന്തരം ദൈവത്തെക്കുറിച്ചോ ദേവാലയത്തെക്കുറിച്ചോ പരാമർശിക്കുവാൻ ഗുരുദേവൻ തയ്യാറായില്ല. ദൈവത്തെക്കുറിച്ചോ ദേവാലയത്തെക്കുറിച്ചോ പരാമർശിക്കാതെ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനുമെല്ലാം അതീതമായി സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്നാണ് പറഞ്ഞത്. ദൈവത്തെക്കുറിച്ചോ ദേവാലയത്തെക്കുറിച്ചോ പറയാതെ മാനവ സമൂഹത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച് പറയാനാണ് ഗുരു തയ്യാറായത്. ആ സന്ദേശത്തിൻ്റെ ആകത്തുകയാണ് ഗുരുദർശനത്തിലൂടെ ഗുരു അതിനുശേഷം നടന്ന 40 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചത് എന്ന് കാണുവാൻ കഴിയും. അവൻ ഞാൻ സൂചിപ്പിച്ചത് ഈ 40 വർഷക്കാലത്തെ 4 പതിറ്റാണ്ടുകാലത്തെ കർമ്മകാണ്ഡത്തിലൂടെ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ ആധ്യാത്മികപരമായ ഔന്നത്യം മാത്രമായിരുന്നില്ല ഉപാസനാ മാർഗത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ചത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഉപാസനാ മാർഗത്തിലൂടെ വിശ്വാസ സമൂഹത്തിൻ്റെ ആധ്യാത്മികപരമായ ഔന്നത്യത്തോടൊപ്പം ജീവിതഗന്ധികളായ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും ജീവിതഗന്ധികളായ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയമായ ധാരണകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ശാസ്ത്രീയമായ ധാരണകളെ സമൂലം തിരുത്തി ശരിയായ മാർഗദർശനം നൽകുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ ആരാധനാലയങ്ങൾ, ദേവാലയങ്ങൾ മാറ്റപ്പെടണമെന്ന വലിയ ഒരു സങ്കല്പമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൗരാണിക ക്ഷേത്ര സങ്കല്പത്തിൽ നിന്നും വഴിമാറി ചിന്തിച്ചുകൊണ്ട് ക്ഷേത്രത്തിനും ക്ഷേത്ര സങ്കല്പത്തിനും പുതിയ മാനവും രൂപവും നൽകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശ്രമിച്ചത്. ഇത് ഉപാസനാ മാർഗത്തിലൂടെയാണെങ്കിൽ വിചാര മാർഗത്തിലൂടെ ആ ലക്ഷ്യത്തെ അനർത്ഥമാക്കും വിധം 60-ൽ പരം കൃതികളാണ് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ളത്. മലയാളത്തിലും തമിഴിലും സംസ്കൃതത്തിലുമായി രചിച്ചിട്ടുള്ള കൃതികളിലൂടെ നാം കടന്നു പോകുമ്പോൾ വിചാര മാർഗത്തിലൂടെ ആത്യന്തികമായ ലക്ഷ്യത്തെ അനർത്ഥമാക്കുവാൻ കഴിയും എന്നുള്ളത്. ഈ മാർഗത്തെ അവലംബിച്ചുകൊണ്ടാണ് നാരായണ ഗുരുകുലം പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമാണ്.
അഭിനന്ദനാർഹമാണ് എന്ന് കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 80കളിലെ ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽക്ക് തന്നെ ഗുരുകുല കൺവെൻഷനിൽ ശ്രോതാവായും പഠിതാവായും പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ 3 പതിറ്റാണ്ട് കഴിയുമ്പോൾ ഈ ഗുരുകുല കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ സാധിച്ചതിലുള്ള ഭാഗ്യം, അതിൻ്റെ അനുഗ്രഹം നിങ്ങളുമായി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് ഗുരുകുല കൺവെൻഷനിലൂടെ നാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിശ്വമാനവിക ദർശനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നിറങ്ങുവാനും ആ ചർച്ചകളിലൂടെ ചിന്തകളുടെ ഉരുത്തിരിയുന്ന വിചാരധാരകൾ നമ്മുടെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തെ സമ്പന്നമാക്കിക്കൊണ്ട് സാമൂഹിക ജീവിതത്തെ സമ്പന്നമാക്കുവാൻ കഴിയണം. അങ്ങനെ സാമൂഹിക ജീവിതത്തെയും ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സമ്പന്നത നേടി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിയണം, മാതൃകാപരമായ ജീവിതം കാഴ്ചവെക്കുവാൻ കഴിയണം. അതായിരിക്കണം ഗുരുകുല കൺവെൻഷനിലൂടെ നമുക്ക് നേടുവാൻ കഴിയേണ്ടത്. വർഷം തോറും നാം ഇങ്ങനെ നാരായണ ഗുരുകുലത്തിൽ കൺവെൻഷന് വേണ്ടി സംഗമിക്കുമ്പോൾ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് കഴിയണം. ശ്രീനാരായണ ദർശനാനുസാരിയായ ജീവിതത്തിലൂടെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ വിചാരധാരയിലൂടെ, ദാർശനിക ചിന്തകളിലെ സ്വായത്തമാക്കിക്കൊണ്ടുള്ള ജീവിതത്തിൽ നമുക്കുണ്ടായ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും വിലയിരുത്തുവാൻ നമുക്ക് കഴിയണം. ഏതെങ്കിലും തരത്തിലുള്ള കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോട്ടങ്ങളെ മാറ്റുവാനുള്ള ഒരു തിരുത്തൽ സന്ദർഭമായി ഓരോ കൺവെൻഷനും നമുക്ക് മാറ്റപ്പെടേണ്ടതുണ്ട്. അതുവഴി മാത്രമേ കൺവെൻഷൻ നൽകുന്ന മഹത്തായ ലക്ഷ്യത്തെ അനർത്ഥമാക്കുവാൻ കഴിയുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വപൂർണമായ ഈ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തയിലൂടെ, ചർച്ചയിലൂടെ, പഠനത്തിലൂടെ അത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി നമ്മുടെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹ കൃപാ കടാക്ഷം നമുക്കേവർക്കും ലഭ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും അംഗീകാരത്തോടും കൂടി ഈ വർഷത്തെ ഗുരുകുല കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ദീർഘമായ ഉജ്ജ്വലമായൊരു പ്രഭാഷണം ഗുരുകുല കൺവെൻഷൻ്റെ ഉദ്ഘാടന പ്രസംഗമായി നൽകി. ആ സന്തോഷം ആദ്യം ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് അടുത്ത അടുത്ത ആളിന് ആശംസയായി ക്ഷണിക്കുകയാണ്. അത് ശ്രീമദ് ഋതംബരാനന്ദ സ്വാമികൾ. എല്ലാവർക്കും അറിയാം, പലപ്പോഴും ഈ വേദികളിൽ നമ്മളോട് ഒപ്പം ഉണ്ടായിരുന്നിട്ടുണ്ട്, സംവദിക്കുന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരശ്ചന്ദ്രമരീചി. ഏറെ പൂജനീയനായ ഗുരു മുനിനാരായണ പ്രസാദ് സ്വാമിജി, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പൂജനീയരായ
സന്യാസി ശ്രേഷ്ഠന്മാരായ സ്വാമി ത്യാഗീശ്വരൻ, തന്മയൻ സ്വാമി, അതുപോലെ തന്നെ സ്വാമി മന്ത്രചൈതന്യ തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സന്യാസിമാർ, സന്യാസിനിമാർ, ഏറെ പ്രിയപ്പെട്ട ഗുരുകുല ബന്ധുക്കൾ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി വന്നിട്ടുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ആദ്യം തന്നെ നാരായണ ഗുരുകുല കൺവെൻഷൻ ആശംസകൾ നേരട്ടെ. അതുപോലെ തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശുഭാംഗാനന്ദ സ്വാമി സംസാരിച്ചു. ഇതിനെല്ലാം പുറമേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞങ്ങൾ കേട്ടുകൊണ്ട് വരുന്നത് ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ഹോമ മന്ത്രം, അതിൻ്റെ വ്യാഖ്യാനം അഥവാ അതിനെ സംബന്ധിച്ചൊരു പ്രവചനം പ്രസാദ് സ്വാമിജി നടത്തുന്നത് കേട്ടുകൊണ്ടാണ് വന്നത്. അതുതന്നെയാണ് ഒരു സന്ദേശമായി ഈ നാരായണ ഗുരുകുല കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്ക് എനിക്കും നൽകുവാനുള്ളത്. സ്വാമിജി ഹോമമന്ത്രത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഞങ്ങൾ കയറി വരുന്നത്. അപ്പം ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞത് അഗ്നിയുടെ പരബ്രഹ്മം തന്നെയായ ഈ ഹോമാഗ്നിയുടെ 7 നാവുകളെക്കുറിച്ചും അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ചും അതിനെ സമിത്തുക്കളായി ഇവിടെ ഹോമിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. ഭൗതികമായ എല്ലാ വിഷയങ്ങളിലെയും സമിത്തുക്കളായി ഇവിടെ സമർപ്പണം ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് ശ്രേയസിൻ്റെയും പ്രേയസിൻ്റെയും കാര്യങ്ങളാണ്. അപ്പോൾ കഠോപനിഷത്തിലേക്ക് പോയി യമരാജൻ 3 വരം ചോദിച്ചപ്പോൾ ആവശ്യപ്പെട്ട വരം അഗ്നിവിദ്യയാണ്, ബ്രഹ്മവിദ്യയാണ്. അത് വിട്ട് ലോകത്തുള്ള എന്ത് സൗഭാഗ്യവും രാജ്യങ്ങളും രാജകീയ സുഖഭോഗങ്ങളും എല്ലാം ആവശ്യപ്പെട്ടോളാൻ പറഞ്ഞു. പക്ഷെ അത് പരിഗണിക്കാതെ അഗ്നിവിദ്യ ഉപദേശം തന്നെ വേണം എന്ന് നിഷ്കർഷിച്ച ശിഷ്യന്റെ യോഗ്യതയെക്കുറിച്ചും പറഞ്ഞു. പിന്നെ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന കാര്യം പറഞ്ഞു. ഈ പരബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബാക്കിയുള്ള ഭൗതികമായ സർവ സുഖഭോഗങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളായ 5 എണ്ണത്തിൻ്റെ എല്ലാ വിഭവങ്ങളെയും സമർപ്പണം ചെയ്ത് ഇതിൽ ഹോമിച്ച് അതിനുശേഷം നമ്മളിലുള്ള അഹത്തെ, ഈഗോ ഉൾപ്പെടെ നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പണം ചെയ്തുകൊണ്ട് ഹോമം ശ്രേയസ്സിനു വേണ്ടിയും പ്രേയസ്സിനു വേണ്ടിയും സമർപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു വിരോധാഭാസമില്ലേ എന്ന് തോന്നും. കാരണം ഭൗതികമായ എല്ലാ വിഷയങ്ങളെയും സമിത്തായി അവിടെ ഹോമിച്ചതിന് ശേഷം പിന്നെ പ്രേയസ്സിന് വേണമെന്ന് എന്തിനു പറയണം? അത് ശരിയാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം. പക്ഷെ അവിടെ വരുന്ന ഒരു കാര്യമുണ്ട്. പ്രാരബ്ധം കൊണ്ട് നമ്മൾ എന്ന വ്യക്തിത്വം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ ഹവനം നടത്തുമ്പോഴും അതിനുശേഷവും നമ്മുടെ പ്രാരബ്ധ കർമ്മം അനുഭവിച്ച് തീരുന്നതിന് വേണ്ടി നമ്മുടെ ശരീരം നിലനിർത്തേണ്ടതുണ്ട്. അപ്പം അതുവരെ ആ ശരീരം എന്നുവരെ നിലനിൽക്കുന്നോ അന്നുവരെ നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ, ചിലത് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് അവശ്യം വേണ്ട വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായ സുഖഭോഗങ്ങളെല്ലാം ലഭിക്കുക എന്നുള്ളതല്ല.
ഇന്ന് മലയാളി അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളിലും ഭൗതികമായ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്ന, ആർഭാടം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. അപ്പം അതല്ല നമുക്ക് ആവശ്യം വേണ്ടത്. അത്യാവശ്യം ഭക്ഷണം കിട്ടണം, വസ്ത്രം കിട്ടണം, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മഴയെയും വെയിലിനെയൊക്കെ അതിജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. അപ്പം അത്രേ വേണ്ടൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. എന്നിട്ട് നമ്മളിലുള്ള ഈഗോ, നമ്മൾ ഏത് സ്ഥാനത്തിരുന്നാലും ഏത് അവസ്ഥയിലായാലും എല്ലാവർക്കും ഈഗോ ഉണ്ട്. ആ ഈഗോ, അഹം, അതില്ലാതെയാകണം. അതിനെ ഇവിടെ സമിത്തുകളുടെ കൂട്ടത്തിൽ തന്നെ നെയ്യായി അവിടെ ഹോമിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഗുരുകുലത്തിൽ വരുന്ന പഠിതാക്കൾ സന്യാസിമാരായാലും ബ്രഹ്മചാരിമാരായാലും ഗൃഹസ്ഥാശ്രമികളായാലും നമ്മളുടെ ആ അഹത്തെ ഇതിൻ്റെ വാതിലിനപ്പുറത്ത് വച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതാണ് സമ്പൂർണമായ സമർപ്പണം പഠിതാക്കളായി എത്തുന്നവർക്ക്. എങ്കിൽ മാത്രമേ കഠോപനിഷത്തിൽ സൂചിപ്പിച്ചതുപോലുള്ള ആ യോഗ്യത പഠിതാവിനുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പ്രസാദ് സ്വാമിയുടെ ഊന്നി പറഞ്ഞ കാര്യം അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ശ്രീനാരായണ ഗുരുദേവൻ ഹോമമന്ത്രം രചിക്കുന്ന കാലത്തെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പരമ്പരയായി ഗുരുക്കന്മാരിത് പറയുന്നുമുണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു, നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം സ്വായത്തമാക്കാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ജീവിത വിജയം. നമ്മൾ പൊതുവെ ഗുരുവിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ കേട്ടുവന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയിലാണ്. ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ബഹുമുഖങ്ങളായ വ്യക്തിപ്രഭാവങ്ങളുടെ സമഞ്ജസമായ ഒരു സമ്മേളനമായിരുന്നു ഗുരു. അതിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള സ്ഥാനം. ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ തിരുവിതാംകൂറിലെ, ഇന്നത്തെ കേരളം ഉൾപ്പെടുന്ന തിരുവിതാംകൂർ, തിരുക്കൊച്ചി, മലബാർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സാമൂഹികമായ സാഹചര്യങ്ങൾ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ അനിവാര്യത വിളിച്ചോതുന്നതായിരുന്നു. അതുകൊണ്ട് ഗുരു അവിടെ അതിന് ആദ്യം പ്രാധാന്യം കൊടുത്തു. പിന്നെ വിദ്യാഭ്യാസം നേടാൻ പറഞ്ഞു. ഗുരുവിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പത്തിലും ഭൗതികമായ വളർച്ചയ്ക്ക് പ്രയോജകീഭവിക്കുന്ന വിദ്യയുണ്ട്, ആത്മീയമായ പുരോഗതി കൈവരിച്ച് ജ്ഞാനപ്രാപ്തി നേടുന്നതിനും ഉതകുന്ന വിദ്യയുണ്ട്. പരാവിദ്യയുമുണ്ട്, അപരാവിദ്യയുമുണ്ട്. ആ വിദ്യകളുടെ സവിശേഷതയെക്കുറിച്ച് ആത്മോപദേശത്തിൽ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ടൊരല്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നുന്നു. ഇപ്പോൾ പരാവിദ്യയുടെയും, അതായത് കഠോപനിഷത്തിൽ പറയുന്ന അഗ്നിവിദ്യയുടെയും ഭൗതികമായ വിദ്യയുടെയും അതിൽ മുഴുകിപ്പോയാൽ ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പുരുഷാർത്ഥമാണ്. പരമപുരുഷാർത്ഥം നേടുക എന്നുള്ളതാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അവിടെ ധാർമ്മികമായ മാർഗത്തിലൂടെ ഇവിടെ ഹോമമന്ത്രത്തിൽ സൂചിപ്പിച്ച പ്രേയസിന് വേണ്ട അർത്ഥം സമ്പാദിക്കണം. അത് ധാർമ്മികമായി തന്നെ വിനിയോഗിക്കണം. എന്നിട്ട് നമ്മുടെ ന്യായമായ ആഗ്രഹങ്ങൾ, നമുക്കെല്ലാവരും അത്യാഗ്രഹമാണ്, എല്ലാവർക്കും. കാരണം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ജനിച്ച് വളരുന്ന, ജീവിക്കുന്ന ആ സാഹചര്യങ്ങളുടെ ചുറ്റുപാടുകൾ നമുക്ക് എത്രത്തോളം ലഭിക്കാൻ സാധ്യതയുണ്ട്, അവിടെയല്ല നമ്മുടെ ആഗ്രഹങ്ങൾ. അതിനും എത്രയോ വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങളാണ്. ഇവിടെ പറയുന്ന ന്യായമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം സംഭവിച്ച് ജീവിതാന്ത്യത്തിൽ
മോക്ഷപ്രാപ്തിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ആചാര്യന്മാർ വിധിക്കുന്നത്. അപ്പോൾ ഇവിടെ ധർമ്മത്തിൻ്റെ ആചരണവും പ്രചാരണവും ഏറ്റവും വലിയ ഈശ്വര പൂജയായി ഗുരുദേവൻ പറയുന്നുണ്ട്. ധർമ്മം എന്ന കൃതിയിൽ ധർമ്മത്തെ തന്നെയാണ് ഈശ്വരൻ്റെ തിരുസ്വരൂപമായി നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നത്. ധർമ്മ ഏവ പരം ദൈവം, ധർമ്മ ഏവ മഹാധനം, ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം എന്ന് അവിടെയും പറയുന്നത് ഈ ധർമ്മത്തിൻ്റെ ആചരണവും പ്രചാരണവും മനുഷ്യരുടെ ആധ്യാത്മികമായ മോക്ഷത്തിനായി അല്ലെങ്കിൽ ശ്രേയസ്സിനായി പ്രയോജകീഭവിക്കട്ടെ എന്നാണ്. അതുതന്നെയാണ് ഇവിടെ ഹവനത്തിൻ്റെ രൂപത്തിൽ ഇവിടെ ഗുരു ഹോമമന്ത്രത്തിലൂടെയും പറയുന്നത്. ദൈവദശകത്തിലോ ദൈവത്തിൻ്റെ സ്വരൂപം നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന് പറയുന്നു. ഭൂതകാലവും വർത്തമാനവും ഭാവി കാലവും ഒക്കെ ഈശ്വരൻ തന്നെയാണ്. കാലങ്ങളും ഈശ്വരൻ. അതുപോലെ തന്നെ സത്യസ്വരൂപനാണ് ഈശ്വരൻ, ജ്ഞാനസ്വരൂപനാണ്, അറിവാണ് ഈശ്വരൻ്റെ സ്വരൂപം. അറിവെന്ന പേരിൽ തന്നെ ഗുരു പ്രതികരിച്ചിട്ടുണ്ട്. ആ അറിവിൻ്റെ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതിനുള്ള മാർഗദർശനമാണ് നാരായണ ഗുരുകുലം ഈ കൺവെൻഷനിലൂടെയും മറ്റും നൽകി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗുരു ഒന്നാന്തരം ഒരു ദാർശനികനാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ജനറൽ സെക്രട്ടറി സ്വാമി ഇവിടെ സൂചിപ്പിച്ചു 60-ൽ പരം കൃതികളുടെ കാര്യങ്ങൾ. എത്രയോ കൃതികൾ രചിച്ചിട്ടുണ്ടാവാം. ഒന്നും എഴുതി സൂക്ഷിക്കുന്ന രീതി ഗുരുവിന് ഇല്ലാതിരുന്നത് കൊണ്ട് കുറേയൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് ചെറുതും വലുതുമായിട്ട് ഏതാണ്ട് 64ഓളം നമുക്കിന്ന് ലഭ്യമുണ്ട്. പൂർണ്ണമായിട്ടും ചിലത് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇത്രത്തോളം കൃതികൾ, സ്തോത്രകൃതികളുണ്ട്, ദാർശനിക കൃതികളുണ്ട്, അനുശാസന കൃതികളുണ്ട്. അപ്പോൾ ഗുരു ഒരു മഹാകവിയല്ലേ? അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം ഒരു ഗദ്യകാരനാണ്. ഗദ്യപ്രാർത്ഥനയും ചിജ്ജട ചിന്തകവും ആത്മവിലാസവും ഒക്കെ നോക്കുമ്പോൾ ദാർശനികമായ ചിന്താധാരകളുടെ അത്യുന്ന തലത്തിൽ നിന്നുകൊണ്ട് ഗദ്യവും ഗുരുവിന് നന്നായി വഴങ്ങുമെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഗുരുദേവൻ നല്ലൊരു ട്രാൻസ്ലേറ്ററാണ്. ഈശാവാസ്യോപനിഷത്ത് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക്, അതും പദ്യത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ട്രാൻസ്ലേറ്റർമാർ പലരും ഒരു കവിത കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ കവിതയുമല്ല ഗദ്യവും അല്ലാത്തൊരവസ്ഥയിൽ ഒരു അവിയൽ പരുവത്തിൽ വരും. പ്രോസും ആയിരിക്കില്ല, അത് പോയട്രി ആയിരിക്കില്ല. അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ കുറ്റമല്ല, അവർക്കതിനെ കഴിയൂ. അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ മൂലകൃതിയുടെ ദാർശനികമായ ഗരിമയോ അതിൻ്റെ അഗാധ തലത്തിലുള്ള ആശയങ്ങളെയോ അല്പം പോലും ചോർന്നു പോകാതെ പദ്യത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ തമിഴ് വേദമെന്ന് പുകഴ്പെറ്റ തിരുവള്ളൂരുടെ തിരുക്കുറൽ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക്, അതും പദ്യത്തിൽ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. തമിഴിലെ ട്രാൻസ്ലേഷൻ പറയുന്നത് മൊഴിമാറ്റം എന്നാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഗുരുദേവൻ നല്ലൊരു ട്രാൻസ്ലേറ്റർ അല്ലേ? അതുപോലെ തന്നെ വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടാനും വിവാഹ സമയത്ത് സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ ഗുരു, ആരെങ്കിലും സ്വമേധയാ വോളണ്ടറിലി അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് വരൻ്റെയും വധുവിൻ്റെയും പേരിൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുകൾ നിക്ഷേപിച്ച് വിവാഹ സമയത്ത് എല്ലാവരും കാണുക നൽകാൻ പറയുന്നു. അപ്പം അത് കുടുംബത്തിൻ്റെ സുസ്ഥിരതയും അതോടൊപ്പം തന്നെ
ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ഉതകും. അതുപോലെ തന്നെ ഗുരു തന്നെ മലബാർ ഇക്കണോമിക് യൂണിയൻ എന്ന പേരിൽ ആലപ്പുഴയിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങി. അത് ഒട്ടേറെ സവിശേഷതകളുള്ളൊരു കാര്യമാണ്. ഒന്ന്, പബ്ലിക് ഷെയർ ഇഷ്യൂ ചെയ്ത് തിരുവിതാംകൂറിൽ ആദ്യം തുടങ്ങിയ വ്യവസായശാല. ഇന്നിപ്പോൾ ഷെയർ മാർക്കറ്റൊക്കെ ലോകം മുഴുവൻ എല്ലാവരും ചർച്ച ചെയ്യുന്ന, പലരും സജീവമായി പങ്കെടുക്കുന്ന ഒരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ഷെയർ ഹോൾഡർ ഗുരുദേവനായിരുന്നു. അത് മാത്രമല്ല, കമ്പനിയുടെ മറ്റൊരു സവിശേഷത ഫോറിൻ കൊളാബറേഷനോടുകൂടി തുടങ്ങിയതാണ്. വോൾക്കർ എന്നൊരു സായിപ്പ് അതിൻ്റെ പാർട്ട്ണറായിരുന്നു. അങ്ങനെ മലബാർ എക്കണോമിക് യൂണിയൻ 1916 തുടങ്ങി. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലേ, സാമ്പത്തിക വിദഗ്ധനല്ലേ, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഒരു രാഷ്ട്രമീമാംസകൻ അതിലില്ലേ, ജനങ്ങളിൽ തൊഴിലവസരങ്ങൾ കിട്ടുമ്പോൾ സാമ്പത്തികമായ വളർച്ച, സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിന് നമുക്ക് കഴിയില്ലേ? അതുപോലെ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ കൃഷിയും കച്ചവടവും കൈത്തൊഴിലും ഒക്കെ അതിൽ കൊടുത്തു. അവസാനം ശാസ്ത്ര സാങ്കേതിക പരിശീലനം. ഒരു നല്ല ശാസ്ത്രജ്ഞൻ്റെ ദീർഘമായ കാഴ്ചപ്പാട് അവിടെ ഇല്ലേ? ഗുരു ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന 1928 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏതാണ്ട് 2 പതിറ്റാണ്ടിന് മുമ്പ്. അപ്പോൾ അതിനെത്രയോ കാലം കഴിഞ്ഞിട്ടാണ്, സ്വാതന്ത്ര്യം കിട്ടി എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ VSCയും ISROയും അതൊക്കെ സജീവമായി പ്രവർത്തനമാകുന്നത്. ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ ആഗോളതലത്തിൽ തന്നെ നാസയുടെ ഉൾപ്പെടെ മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക പാറിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഗുരു ഒരു നല്ല ശാസ്ത്രജ്ഞനല്ലേ? ഇനി ഗുരുവിൻ്റെ വിൽപ്പത്രം പരിശോധിക്കുമ്പോൾ ശിവഗിരിയിൽ അന്ന് വരെ ഗുരുവിന് ലഭിച്ചിരുന്ന ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങൾ, വ്യവസായശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയുള്ളവ എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെയും കൈവശവും ഭരണവും പിന്തുടർച്ചാവകാശിയായി വാഴിക്കപ്പെട്ട ബോധാനന്ദ സ്വാമികൾക്കായിരിക്കുന്നതും ബോധാനന്ദ സ്വാമികളുടെ കാലശേഷം സന്യാസിമാരുടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളിനായിരിക്കുന്നതുമാകുന്നുവെന്ന് എഴുതി നാവായിക്കുളം സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗുരുവിൻ്റെ രജിസ്റ്റേർഡ് ബില്ലാണ്, ആധികാരിക രേഖയാണ്. അപ്പം അതിലെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുദേവൻ ഒന്നാം തരം ഒരു ജനാധിപത്യവാദിയല്ലേ, ഒരു ഡെമോക്രാറ്റിസ്റ്റ്. എന്തേ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല? നമ്മൾ ഈ സാമൂഹ്യ പരിഷ്കർത്താവിൽ മാത്രം ഒതുക്കി ഗുരുവിനെ നിർത്താനാണ് നോക്കുന്നത്. അത് മാത്രവുമല്ല, ഇന്നത്തെ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഉണ്ടാകുന്ന അപജയങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം കൂടി രജിസ്റ്റേർഡ് ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന സ്ഥാപനങ്ങളുടെ, അതായത് അതുവരെ ലഭിച്ചതും ഭാവിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെയും കൈവശവും ഭരണവുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആളുകളുടെ പ്രവർത്തനം കൊണ്ട് ഈ സ്ഥാപനങ്ങളുടെ ധാർമ്മികമായ നടത്തിപ്പിനോ ശാശ്വതമായ നിലനിൽപ്പിനോ ഒരിക്കൽ പോലും യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കാൻ പാടില്ലാത്തതും, അഥവാ അങ്ങനെ സംഭവിക്കുമെന്ന് കാണുന്ന പക്ഷം ശേഷമുള്ള ശിഷ്യസംഘാംഗങ്ങൾക്ക് അതിന്മേൽ നടപടിയെടുക്കുന്നതിനും അധികാരമുണ്ടായിരിക്കുന്നതുമാകുന്നു എന്ന് ആ വിൽപ്പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഇലക്ഷൻ കഴിഞ്ഞു, പ്രാദേശിക സമിതികളുടെ, ലോക്കൽ ബോഡിയുടെ. നമ്മൾ എലക്ട് ചെയ്ത് വിടുന്ന, ഇനിയൊന്ന് വരാൻ പോവുകയാണ്, നമ്മൾ എലക്ട് ചെയ്ത ഒരാളിനെ MLA ആക്കി അല്ലെങ്കിൽ MP ആക്കി അവർ മന്ത്രിമാരായി അഴിമതി കാണിച്ചാൽ, സ്വജനപക്ഷപാതം കാണിച്ചാൽ അവരെ തിരിച്ചു വിളിക്കുന്നതിനുള്ള അധികാരം സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്ന വോട്ടർ കൊണ്ടതാണ്. അപ്പോൾ ഗുരുദേവൻ എത്ര ദീർഘമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ വിൽപ്പത്രത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പരിധിവരെ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണത്തിലും ഗുരുവിൻ്റെ ഈ വിൽപ്പത്രത്തിൻ്റെ ഈ കാഴ്ചപ്പാടിൻ്റെ സ്വാധീനമുണ്ട്.
അതുപോലെ തന്നെ മുമ്പ് കാലങ്ങളിൽ ഇവിടെ നിലനിന്നിരുന്നത് മരുമക്കത്തായമായിരുന്നു. അപ്പോൾ മരുമക്കത്തായവും മക്കത്തായവും തമ്മിലുള്ള തർക്കം അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയും ഇലക്ട്രോണിക് മീഡിയയും പ്രിന്റ് മീഡിയയും ഒന്നും അത്ര സജീവമല്ല. എങ്കിലും പരക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ച, മരുമക്കത്തായതിൻ്റെ പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവർ അയാൾ കുടുംബനാഥനായി നിൽക്കുന്നു. അപ്പോൾ കുടുംബാംഗങ്ങളായ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ കാരണവരിലാണ്. ഈ കാരണവർ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിൻ്റെ ഒരംശത്തിന് പോലുമുള്ള അവകാശം അയാളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ അങ്ങനെ ആർക്കും ഇല്ല, അനന്തരവർക്കാണ്. അതാണ് മരുമക്കത്തായം. അപ്പോൾ അത് മാറി ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഇത് കിട്ടത്തക്ക രീതിയിലുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവരണം എന്നുള്ളത്, ഇത് ഏതാണ് നല്ലതെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ വലിയ തർക്കം നടക്കുന്നതിനിടയിൽ ഗുരുവിൻ്റെ അടുത്തെത്തി ചിലർ. ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് അയൽവക്കത്തായമാണ് നല്ലതെന്നാണ്. മക്കത്തായവും വേണ്ട, മരുമക്കത്തായവും വേണ്ട, അയൽവക്കത്തായമാണ് എന്ന് പറഞ്ഞാൽ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ, അഥവാ അയൽ തിഴപ്പതിനായി അതിപ്രയത്നം ചെയ്യുന്ന നരനായി നമ്മൾ മാറണം. അപ്പോൾ നമ്മുടെ ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ സ്വത്തിൻ്റെ അവകാശം മക്കളുമല്ല മരുമക്കളുമല്ല അയൽവക്കക്കാർക്ക് നൽകണം എന്നാണ്. അപ്പം അത്ര വിശാലമായൊരു കാഴ്ചപ്പാട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ രംഗവും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു നല്ല വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു ഗുരുദേവൻ. ശ്രീലങ്കയിൽ ഉൾപ്പെടെ 1918 നിശാ പാഠശാലകൾ തുടങ്ങിയ അനൗപചാരിക വിദ്യാഭ്യാസം, ഇന്ന് കേരളത്തിൽ അത് നമ്മൾ +2 തുല്യതാ പരീക്ഷ കേരള സർക്കാർ നടപ്പാക്കി അതിൻ്റെ അവസാന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മലയാളിയുടെ മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ എന്ന നിലയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളെയും നമ്മൾ വിലയിരുത്തുമ്പോൾ ഗുരു കേവലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമല്ല, ദാർശനികൻ മാത്രമല്ല, വിദ്യാഭ്യാസ വിചക്ഷണനോ സാമ്പത്തിക വിദഗ്ധനോ മാത്രമല്ല, ശാസ്ത്രജ്ഞൻ മാത്രമല്ല, എല്ലാമാണ്. മഹാകവി കുമാരനാശാൻ എഴുതിയതുപോലെ മാതാവെ പോൽ മനസ്സിൽ കരുണ, ജനകനെ പോലവേ ക്ഷേമചിന്ത, ഭ്രാതാവെ പോലെ ഏന്തുന്നിതു ഹൃദി സഹജസ്നേഹവും മോഹമെന്നി, വേദത്തെ പോലെ ഓതുന്ന അറിവ് നിർവതിയെ പോലെ പാലിച്ചിടുന്നു, ഇന്ന് ഏതല്ലോർത്താൽ എനിക്കെൻ ഗുരുപദം അതിനെ സന്തതം ഞാൻ തൊഴുന്നേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പദ്യം അവസാനിപ്പിക്കുക. എൻ്റെ സർവസ്വമാണ്. ഗുരു ആരാണ് എന്ന് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ഗുരു ആരല്ല എന്ന് പഠിക്കുന്നതിനാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഗുരുവിൻ്റെതായ ദാർശനിക മാഹാത്മ്യവും സാമൂഹ്യ പരിഷ്കരണവും ഇങ്ങനെ പറയുന്ന എല്ലാം ഒത്തുചേരുമ്പോഴാണ് ഗുരുവിൻ്റെ ആ തിരുസ്വരൂപം പൂർണ്ണമാകുന്നത്. ഗുരുകുലം അനുവർത്തിച്ചു വരുന്ന ഒരു രീതി ജ്ഞാന മാർഗത്തിലൂടെ ഗുരുകുല ബന്ധുക്കളെ ഭക്തന്മാരെ നയിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പറഞ്ഞ കാര്യമാണ് ഇവിടെ പ്രസാദ് സ്വാമി പ്രവചനത്തിലൂടെ പറഞ്ഞത്. ഗുരുദേവൻ ഈ ഹോമ മന്ത്രരചനയിലൂടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ സർവ്വതും ഗുരുവിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിന് കൂടി ഉതകുന്ന തരത്തിൽ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്നതിന് ഗുരുവിൻ്റെ ഈ ദാർശനിക പാതയിലൂടെ മുന്നോട്ട് നീങ്ങാൻ ഉള്ള ശേഷിയും ശേമുഷിയും ഈ എല്ലാ പഠിതാക്കൾക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആശംസയോടെ, അതിനുള്ള അനുഗ്രഹം ഗുരു പ്രദാനം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. Swami Tanmaya asked me to speak in Malayalam. If I speak in English, many of you will not understand. So apologies, Swami Vyasa Prasad, other people who don't speak Malayalam. മലയാളത്തിൽ സംസാരിച്ച് ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല അല്ലേ?
Anyway, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ മലയാളം. സാൽമൺ കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിൽ ഉണ്ട്. സാധനം കയ്യിലുണ്ടോ? I didn't hear a response. Response കേട്ടില്ല. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ. വളരെ നന്ദി സ്വാമി. മഹാജ്ഞാനിയായ സർവജ്ഞനായ ഗുരുദേവൻ്റെയും ജ്ഞാനസൂര്യന്മാരായ ഗുരുപരമ്പരയുടെയും അനുഗ്രഹത്തിനായി ശിരസ് വഹിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന സന്യാസ ശ്രേഷ്ഠന്മാർക്കും സനൽ സാറിനും സദസ്സിലിരിക്കുന്ന പ്രിയങ്കരരായ സഹോദരങ്ങൾക്കും നമസ്കാരം. ത്യാഗസ്വാമി പറഞ്ഞതുപോലെ വീട് വിട്ടിറങ്ങി പോയിട്ട് തിരിഞ്ഞു നോക്കാത്ത ചില മക്കളുണ്ട്. അങ്ങനത്തെ മക്കളിൽ ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ വീട് വിട്ടിറങ്ങിപ്പോയെങ്കിലും വീടും കൊണ്ടുപോയ ഒരാളാണ് ഹൃദയത്തിൽ. 1995 93 95 വരെ നിത്യചൈതന്യ ഗുരുവിൻ്റെ കൂടെ ഒരുപാട് പഠന രചന പ്രവർത്തനങ്ങളിലെല്ലാം ഭാഗവാക്കാകാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്നതാണ് എന്നെ ഞാനാക്കിയത്. അതെനിക്കൊരിക്കലും മറക്കാനാവുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കാനാവുന്ന ഒന്നല്ല. അങ്ങനെ ഉപേക്ഷിക്കാനാവാത്ത വിധം ആ ഒരു സാന്നിധ്യം എൻ്റെ പ്രേമസുരഭിലവും യൗവനതീഷ്ണവുമായ ഒരു കാലഘട്ടത്തിൽ ആത്മജ്ഞാനത്തിൻ്റെ അല്ലെ ആത്മീയതയുടെ സുവർണ നൂലുകൾ പാകിയാണ് എന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വിട്ടത്. അതൊരിക്കലും പൊട്ടിച്ചു കളയാനാവുന്ന ഒന്നല്ല. പക്ഷേ ഞാൻ എം.എഡിന് ചേരാൻ വേണ്ടി പോകുന്നു. എം.എഡിൻ്റെ പരീക്ഷ എഴുതി തീർന്ന ദിവസം തന്നെ പുതിയ സ്ഥാപനത്തിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. അതിപ്പോഴും തുടരുകയാണ്. ഇനി ഒരു 5-6 വർഷം കൂടി ഉണ്ട്. അത് കഴിയുമ്പോഴാണ് ആ വലിയൊരു ഭാരത്തിൽ നിന്നും എനിക്കൊന്ന് തലയൂരാനാവുന്നത്. ഒരു പല പല സ്ഥലങ്ങളിലായി അങ്ങനെ ജോലി ചെയ്തു പോകുന്നത് കൊണ്ട് ഉണ്ടായ ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഈ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയ അറിവോ അല്ലെങ്കിൽ എങ്ങനെയായി അഗ്നി ഇതെല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും മധുവാണ്. എല്ലാ ജീവജാലങ്ങളും അവയ്ക്കൊക്കെ മധുവാണ്. അപ്പോൾ എത്രമാത്രം അഭേദമായി അല്ലെങ്കിൽ അദ്വൈതമായിട്ടാണ് പ്രകൃതിയും മനുഷ്യനും ചേർന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ സൂക്ഷ്മവും എന്നാൽ വളരെ വ്യാപ്തിയുള്ളതുമായ ഒരു ദർശനമാണ് ബൃഹദാരണ്യോപനിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പദമായിരുന്നു സർവം. അല്ലെ, രാവിലെ തന്നെ നിങ്ങൾ കേട്ടു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. ആത്മോപദേശതകത്തിൽ അഖിലരും എന്നുള്ള വാക്കും ഈ സർവരും എന്നുള്ളതിന് തുല്യമായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദർശനമാലയിൽ പല സ്ഥലത്തായിട്ട് സർവം എന്ന പ്രയോഗം ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. അധ്യാരോപദർശനത്തിൻ്റെ അവസാന ശ്ലോകം ഇങ്ങനെയാണ്, സ പര സർവയേവ സഹ എന്നാണ്. അപ്പോൾ ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് പ്രബന്ധകാരനെ പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണിക്കുകയാണ്. ശ്രീ അജയൻ പ്രബന്ധം അവതരിപ്പിക്കും. ജീവേശ്വര ജഗദ്ഭേദരഹിതാദ്വൈത തേജസേ സിദ്ധി വിദ്യാധര ശിവശ്ചരമേ ഗുരവേ നമഃ. നമഃ സമ്പ്രദായ പരമഗുരവേ. സംപൂജ്യ ത്യാഗീശ്വര സ്വാമികൾ, തന്മയ സ്വാമികൾ, മന്ത്രചൈതന്യ സ്വാമികൾ,
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സർവ സജ്ജനങ്ങളെ എല്ലാവർക്കും പ്രണാമം. അദ്വൈത ദർശനം ലോകസമാധാനത്തിന് ഈ വർഷത്തെ ഗുരുകുല കൺവെൻഷൻ്റെ ആകവേയുള്ള പ്രബന്ധങ്ങളിലെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കുന്നത്. എനിക്ക് കിട്ടിയ വിഷയം സർവം എന്ന പ്രയോഗത്തിൻ്റെ വ്യാപ്തി ഉപനിഷത്തുകളിലും ഗുരുവിലും. ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനുള്ള വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് മനസ്സിൽ വിചാരിച്ചത് ഈ പ്രാവശ്യം വിഷയങ്ങളൊന്നും അവതരിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ആലോചനയായിരുന്നു. എന്നാൽ ഓരോ വിഷയവും ഇങ്ങനെ വായിച്ചു വന്നപ്പോഴേ സർവം എന്ന പ്രയോഗത്തിൻ്റെ വ്യാപ്തി എന്തുകൊണ്ടോ എൻ്റെ മനസ്സിലേക്ക് കയറി വരികയും പെട്ടെന്ന് തന്നെ അതിന് സമ്മതത്തോടു കൂടിയുള്ള അറിയിപ്പ് ചെയ്യുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ പ്രബന്ധം ഇന്ന് അവിടെ അവതരിപ്പിക്കാനായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ മോഡറേറ്റർ പറഞ്ഞതുപോലെ ഡോക്ടർ സുഗീത മാഡം സർവം ഹി സച്ചിദാനന്ദം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ പ്രധാനമായും എനിക്ക് പറയാനുള്ളത്. അതിനോടൊപ്പം വരുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സിദ്ധാന്തങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഗുരുക്കന്മാർ എഴുതി വെച്ചിട്ടുള്ള പല ബുക്കുകളിലും നോക്കി എനിക്ക് ഉൾക്കാഴ്ച തന്ന ഭാഗങ്ങൾ മാത്രം ഒരുപക്ഷെ അതുപോലെ തന്നെ പകർത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് അത് എൻ്റെ വാക്കുകളല്ലല്ലോ, ഇത് പുസ്തകത്തിലേതാണല്ലോ എന്നുള്ള ഒരു ആക്ഷേപം ഒരുപക്ഷെ വരാം. കഴിഞ്ഞ വർഷം അങ്ങനെ വന്നിരുന്നു. എങ്കിൽ തന്നെയും ഇന്ന് ഈ പ്രാവശ്യം ഞാൻ അത് സ്വീകരിക്കുകയാണ്. കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള വാക്കുകൾ എൻ്റെ മനസ്സിൽ നിന്ന് എഴുതിയാൽ ഒരു പക്ഷേ അത്രത്തോളം ഈ വിഷയത്തോട് നീതി പുലർത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ അത് സ്വീകരിച്ചിട്ടുള്ളത്. അത് സദയം ക്ഷമിക്കുക. ഈശാവാസ്യമിതം സർവം സർവം ഖലിതം ബ്രഹ്മ. ഛാന്ദോക്യോപനിഷത്തിലെ അധ്യായം 3 ഖണ്ഡം 14 മന്ത്രം 1 വരുന്നതാണ്. പിന്നെ സർവം ഹി സച്ചിദാനന്ദം ദർശനമാലയിലെ അപവാദ ദർശനത്തിലെ 10ാമത്തെ ശ്ലോകത്തിലെ 1ാമത്തെ വരിയാണ്. 2ാം ശ്ലോകത്തിൽ 2ാം അധ്യായത്തിലെ 1 വരുന്നതാണ് ചൈതന്യ ആഗതം സ്ഥൂല സൂക്ഷ്മാത്മകമിതം ജഗത് അസ്തി ചേത് സത്ഘനം സർവം നാസ്തി ചേതസ്തി ചിത്ഘനം. സർവം അതിൽ എല്ലാം ഉണ്ട്, ഒട്ടൊഴിയാതെയുള്ള എല്ലാം അതിലടങ്ങിയിരിക്കുന്നു. ആത്മോപദേശതകം 2ാം ശ്ലോകം. കരണവും ഇന്ദ്രിയവും കടയവനും തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിൽ എല്ലാം പരവഴി തന്നിലുയർന്ന ഭാനുമാനന്ദൻ തിരുവുരുവാണ് തിരഞ്ഞ് തേറിടയണം. അതിനോട് തന്നെ ചേർന്ന് വരുന്ന 50ാം ശ്ലോകവും. ഈ 2ാം ശ്ലോകം വ്യക്തിയിൽ നിന്ന് സമഷ്ടിയിലേക്കാണ് അതിൻ്റെ ചിന്ത പോകുന്നതെങ്കിൽ 50ാം ശ്ലോകത്തിൽ വരുമ്പോൾ സമഷ്ടിയിൽ നിന്ന് ഓരോന്നിനെയും പറഞ്ഞ് വ്യഷ്ടിയിലേക്ക് വരുന്നു, അഥവാ അറിവിലേക്ക് വരുന്നു. നിലകൊട് നീലതുപോലെ കാറ്റു തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും
അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്ന അറിവായി മാറിടുന്നു. സർവത്തിന്റെ വ്യാപ്തി അനന്തമാണ്, അതിഗഹനവും. മേലുദ്ധരിച്ച സിദ്ധാന്തങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. നാം ഇതിന് യോഗ്യരാണോ? അത് നാം തന്നെ തീരുമാനിക്കണം. ഈ വിഷയത്തോട് താല്പര്യമില്ലാത്തവർക്ക് വിരസതയുണ്ടാകും. അത് ഈ പ്രബന്ധം തീരുമാനിക്കട്ടെ. ഒരു പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ വിഷയം മുൻകൂട്ടി തന്നെ പറഞ്ഞിരിക്കണം എന്ന് ഭാരതീയ ശാസ്ത്ര സങ്കല്പത്തിൽ നിർബന്ധമുണ്ട്. ഒപ്പം സംബന്ധം, പ്രയോജനം, അധികാരി, അതിൽ ആദ്യം പറഞ്ഞതും അവസാനം സൂചിപ്പിച്ചതും കഴിഞ്ഞു. സംബന്ധം, പ്രയോജനം അത് വഴിയേ വരും. സർവം എന്ന പ്രയോഗത്തിന്റെ വ്യാപ്തി ഉപനിഷത്തുകളിലും ഗുരുവിലും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ തെളിയുന്നത് ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നു. അപ്പോ എല്ലാം ഉത്ഭവിക്കുന്നത് അമ്മയിൽ നിന്നാണ്. അപ്പോൾ അമ്മയിൽ തന്നെ തൊട്ട് തുടങ്ങാം. നമ്മുടെ ഈ കൺവെൻഷന്റെ മുൻവശത്തെ ഗുരുവിന്റെ ചിത്രത്തിന് താഴെ ഉള്ളിടത്ത് എഴുതിയിരിക്കുന്നതും ഇതുതന്നെയാണ്. ഏകവും ആദികാരണവുമായിരിക്കുന്ന മഹത്തായ അറിവിൽ നിന്ന് എണ്ണിയാലൊടുങ്ങാത്ത തരം ത്രിപുടികൾ ഉണ്ടായി. അമ്മേ, സകലം പെറുമാതി ബീജമായ നീ ഏകയാണ്. ഇവിടെ ദൃശ്യമായി അറിയപ്പെട്ടതായി എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം പൊരുളായിരിക്കുന്നത് നീ മാത്രമാണ്. ആഭരണത്തിൽ സ്വർണം എന്നതുപോലെ നാം ഓരോ നിമിഷവും ഓരോന്നിനെ മാറി മാറി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഓരോ അറിവും ഓരോ അനുഭവമാണ്. സർവ അറിവും ഉണ്ടാകുന്നത് ഒരൊറ്റ ബോധത്തിലാണ്. അങ്ങനെ എല്ലാ അറിവുകളും ഉണ്ടാകുന്നത് ഏതൊരു ബോധത്തിലാണോ ആ ബോധസത്ത അഥവാ അറിവാണ് നീ. അത് പലതല്ല, ഒന്നാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും എത്തിപ്പിടിക്കത്തക്ക വ്യാപ്തി ഈ ബോധസത്തയ്ക്കുണ്ട്. അറിവിന്റെ മണ്ഡലത്തിനപ്പുറത്തുള്ളതും അറിവാണ് എന്നറിയുമ്പോൾ അതും ആ ബോധമണ്ഡലത്തിനുള്ളിലായി. ഈ അറിവ് അഥവാ ബോധസത്ത അനന്തവ്യാപ്തിയുള്ളതാണെന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചു. അനന്തവ്യാപ്തി ഉള്ളത് പലതുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അത് ഏകമാണ്. ഏകമായിരിക്കുന്ന അറിവിൽ നിന്നാണ് എണ്ണിയാലൊടുങ്ങാത്ത ത്രിപുടികൾ ഉണ്ടായത്. ആ ത്രിപുടികൾ ചേർന്നതാണ് ഈ ലോകം, ഞാനും നിങ്ങളും. ഇത് ദ്വൈതമായിട്ട് പറയുന്നെങ്കിലും അതിൻ്റെ ഭാഗം തന്നെ. വ്യാവഹാരിക ലോകത്തിലെ നമുക്ക് വ്യവഹരിക്കുമ്പോഴേ ഇവിടെ നിന്ന് പറയുന്ന ഞാനുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുണ്ട്. അപ്പം ഈ രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മളായി. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും, മറന്നു പോകാതിരിക്കാൻ. എന്താണ് ത്രിപുടി? പൂജനീയ മുനിഗുരുവിന്റെ ലളിത വ്യാഖ്യാനമുണ്ട് ആത്മോപദേശ ശതകത്തിലെ 4-ാം ശ്ലോകം. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാന്തൻ അറിവും. അതിൽ കൂടുതൽ സുവ്യക്തമായി ഗുരു വിവരിക്കുന്നു. അത് ചുരുക്കത്തിൽ പറയട്ടെ. ഏതൊരറിവും ഉണ്ടാകുമ്പോൾ അതിനെ വിശകലനം ചെയ്തു നോക്കിയാൽ അതിൽ 3 ഘടകങ്ങൾ ഒന്നു ചേരുന്നതായി കാണാം. ഒരു കാഴ്ച കാണുമ്പോൾ കാണേണ്ട ദൃശ്യം ഉണ്ടായിരിക്കണം, കാണുന്ന ദൃക്കുണ്ടായിരിക്കണം, ദർശനം എന്ന സംഭവവും നടന്നിരിക്കണം. വേദാന്ത ശാസ്ത്രത്തിൽ ഈ 3നെയും ചേർത്ത് ത്രിപുടി എന്ന് വിളിക്കുന്നു. ഈ 3 പുടങ്ങളോട് കൂടിയത് എന്നർത്ഥം. പുടം എന്നാൽ ഇതൾ. ഒരു പൂവിലെ ഇതൾ പോലെ ഒന്നു ചേർന്നിരിക്കുന്നു. ഈ ദൃക്ക്, ദൃശ്യ, ദർശനം എപ്പോഴും നമ്മുടെ ഉള്ളിൽ മിന്നൽ വേഗത്തിൽ നടക്കുന്നത് കൊണ്ട് നാം അറിയാറില്ല. ചിന്തയ്ക്ക് വിധേയമാക്കുമ്പോൾ മാത്രം അറിയാൻ കഴിയും. ത്രിപുടി മുടിയണം. ത്രിപുടി മുടിയുമ്പോൾ ദീപം തെളിയും. ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം എന്ന് ഗുരു. ഒന്നാണ് പലതായി നാമരൂപങ്ങളോടുകൂടി അറിയുന്നത് എന്ന് ഈ പലതിനെ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുകയില്ല. എന്നാൽ സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ കാണുന്ന ലോകം
എവിടെ നിന്നുണ്ടായി എന്ന അന്വേഷണമാണ് അവസാനം ഒന്നിലെത്തിക്കുന്നത്. നമുക്ക് വെളിയിൽ കാണുന്ന ലോകത്തെ ബാഹ്യപ്രപഞ്ചം എന്ന് പറയും. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ചുറ്റും കാണാവുന്നതിന് പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറമുള്ളതിനെ നാം സങ്കല്പിക്കുന്നു. അതിൻ്റെ വ്യാപ്തി അനന്തമാണ്. അവിടെ നിരന്തരം മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാറ്റങ്ങളിലെല്ലാം മാറാതെ നിൽക്കുന്നത് എന്ത്? സർവം ഖല്ലിതം ബ്രഹ്മ. ചാന്തോക്യോപനിഷത്തിൽ അധ്യായം 3 ഖണ്ഡം 14 മന്ത്രം 1 ആണ് ഈ സിദ്ധാന്തം വരുന്നത്. സമസ്ത പ്രപഞ്ചവും ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മത്തിൽ നിന്ന് സകലതും ജന്മം കൊള്ളുന്നു. അതിൽ തന്നെ സകലതും ചരിക്കുന്നു. അതിൽ തന്നെ സകലതും വിലയിക്കുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ട് പ്രശാന്ത ചിത്തനായി അതിനെ തന്നെ ധ്യാനിക്കണം. സർവം എന്നത് ഈ സമസ്ത പ്രപഞ്ചവുമാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബ്രഹ്മം എന്നത് കണ്ണുകൊണ്ട് കാണാനാകാത്തതും ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തതും എന്നാൽ ഇതിനെല്ലാം ആധാരമായിരിക്കുന്നതുമായ സത്യമാണ്. മാറ്റങ്ങളിലെല്ലാം മാറാതിരിക്കുന്നത് അതാണ്. സർവം സമം ബ്രഹ്മം. സർവത്തെയാണോ മനസ്സിലാക്കേണ്ടത്, ബ്രഹ്മത്തെയാണോ മനസ്സിലാക്കേണ്ടത്? രണ്ടിൻ്റെയും അദ്വൈതത, രണ്ടിൻ്റെയും ഏകത, ബ്രഹ്മം എന്ന സത്യം ഈ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും രൂപത്തിലിരിക്കുന്നു. സമസ്ത പ്രപഞ്ചവുമായിരിക്കുന്നു. ബ്രഹ്മത്തെ വിട്ട് സമസ്ത പ്രപഞ്ചവുമില്ല, സമസ്ത പ്രപഞ്ചത്തെ വിട്ട് ബ്രഹ്മവുമില്ല. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏകതയെ എങ്ങനെ മനസ്സിലാക്കും? അതുതന്നെ ഇത് തന്നെ അത് എന്ന സമവാക്യത്തിൻ്റെ രൂപത്തിൽ എഴുതി കാണിക്കാനോ പറയാനോ മാത്രമേ പറ്റൂ. രണ്ടിൻ്റെയും സമതയാണ് മനസ്സിലാക്കേണ്ടത്. സത്യത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇത് കാണാം. ഈ വിപരീത വശം എടുത്തു പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ടതായ രഹസ്യം പറയാതെ വിട്ടേക്കുക. അത് നാം ഉൾക്കണ്ണുകൊണ്ട് ദർശിക്കണം. സർവത്തിൽ നിന്നും നമുക്ക് ചിന്തിച്ച് ഏക സത്യത്തിലെത്താം. ഏക സത്യത്തിൽ നിന്ന് തിരിച്ച് അഖണ്ഡ ചൈതന്യത്തിൽ വിലയിക്കാം. അദ്വൈത ദീപികയുടെ 14-ാം ശ്ലോകം അത് വ്യക്തമാക്കുന്നു. ഓരോന്നതായി അവയവം മുഴുവൻ പിരിച്ച് വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ. വേറാകുമീ അവയവങ്ങളും ഏവമങ്ങോട്ടാരായില്ല അഖിലവും നിജബോധമാത്രം. അങ്ങനെ അതുല്യമായ ഒരു അഭ്യാസം ദൈവദശകത്തിന്റെ 2-ാം ശ്ലോകത്തിൽ ഗുരു തൊട്ട് കാണിച്ചിരുന്നു. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഇവിടെ ദൃക്കും ദൃശ്യവും ഒന്നാകുന്നു. ഏതൊരു ചിന്താ പ്രക്രിയയിലൂടെയാണോ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ ദൃക്കിൽ ഒതുക്കുന്നതായി കണ്ടത്, അതേ ചിന്താ പ്രക്രിയയിലൂടെയാണോ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ ദൃക്കിൽ ഒതുക്കുന്നതായി കണ്ടത്, അതേ പ്രക്രിയയുടെ തുടർച്ച എന്നവണ്ണം അഖണ്ഡ ചൈതന്യമായ ദൈവത്തിൽ അഥവാ ബ്രഹ്മത്തിൽ വിലീനമാക്കി ദർശിക്കണം എന്നാണ് ഇവിടെ വിവക്ഷ. ഒന്നൊന്നായി എണ്ണിയത് ദൃശ്യപ്രപഞ്ചത്തെയാണ്. എല്ലാം ഒന്നിലടങ്ങി ദൃക്ക് അവിടെ മുട്ടി നിന്നു തിരികെ ചൈതന്യമായി എല്ലാം അതുമാത്രമായി അമരുന്നു. ഇവിടെ ചിന്തയിലെ അതുല്യമായ ഒരു അഭ്യാസ പാഠവും ഗുരു കാണിച്ചിരിക്കുന്നു. ദൃശ്യപ്രപഞ്ചം ബാഹ്യവും ഭൗതികവുമായി അനന്തമാണ്. അത് സർവത്തിന്റെ വ്യാപ്തിക്ക് അതീതമാണ്. ദൈവമാകട്ടെ ചൈതന്യാത്മകമായി അനന്തമാണ്. ബാഹ്യമായ അനന്തതയെ അറിവിന്റെ ബിന്ദുവിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്നിട്ട് അതിനെ വീണ്ടും അറിവിന്റെ അഖണ്ഡതയിലേക്ക് കൊണ്ടുപോയി വിലയിപ്പിക്കുന്ന ആശ്ചര്യകരമായ ഒരു ആനുഭൂതിക ദർശനമാണ് ഇതിലെ യോഗാത്മകത. സമഷ്ടിയെ വ്യഷ്ടിയിലേക്ക് കൊണ്ടുപോരുന്നു. ആ വ്യഷ്ടിയെ സമഷ്ടിയിലേക്ക് തിരികെ വ്യാപിപ്പിക്കുമ്പോൾ അത് ചൈതന്യമായി, അഖണ്ഡ ചൈതന്യമായി. സർവം ഈ സച്ചിദാനന്ദം എന്ന് ദർശനമാലയിൽ 2-ാം ദർശനമായ അപവാദ ദർശനത്തിലെ 10-ാം ശ്ലോകത്തിൽ ഗുരു പറയുന്നു.
സർവം എന്ന പ്രയോഗം ഇവിടെ നാമമായിട്ടാണ് ആദ്യ അധ്യായത്തിൽ ആരോപിച്ച് അനുഭവിച്ചതിനെ അബോധിക്കുന്നതാണ് രണ്ടാം ദർശനം. ഏകമായ സത്യത്തിൽ ആരോപിതമായിരിക്കുന്നതാണല്ലോ പ്രപഞ്ച പ്രവൃത്തി. ഒന്നാം അധ്യായത്തിന്റെ അവസാനം 10-ാം ശ്ലോകമായതിന്റെ 4-ാം വരിയിൽ സപര സർവയേവ സഹ, നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിച്ചിരുന്നു പ്രാരംഭത്തില്, അവൻ പരമാത്മാവാകുന്നു, അവൻ തന്നെ എല്ലാം ആകുന്നു. പരമാത്മാവും പരമേശ്വരനും രണ്ടല്ല. ഈ അധ്യായത്തിൽ പറയുന്ന പരമേശ്വരൻ പരമശിവനല്ല, ഈശ്വരഭാവത്തിൽ പരമസ്ഥാനമുള്ളവൻ, ഈശൻ, ഭരിക്കുന്നവൻ, ആധിപത്യം വഹിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം. ശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിൽ വരൻ എന്നുകൂടി ചേർക്കുമ്പോൾ ഈശ്വരൻ ആയി. ഈ അർത്ഥത്തിലാണ് ഈശാവാസ്യ ഉപനിഷത്തും തുടങ്ങുന്നത്. ഈശാവാസ്യവിധം സർവം. ഈ ഉപനിഷത്തിൽ ബ്രഹ്മത്തിന്റെ സ്ഥാനത്ത് വെച്ച് കാണേണ്ടത് ഈശൻ എന്ന പ്രയോഗവും ഗുരു തർജ്ജിമയിൽ ചേർത്തിരിക്കുന്നു. നമ്മുടെ വിഷയത്തിന്റെ കാത 10 പേജിലുണ്ട്. സാരമില്ല, ചർച്ചയിൽ ബാക്കി പറയാം. ശരി. പൊട്ടിയാത്മകത്തെ സർവം എന്ന പ്രയോഗമാണ് ഇവിടെ പറഞ്ഞത്. സർവത്തില് ഞാൻ ഈ പറയുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എല്ലാവരും ചേർന്നാണ് ഈ സർവത്തിൽ ഉൾപ്പെടും. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി പൂർണ്ണമതം ചൊല്ലി ഈ പ്രബന്ധം അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമുദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യതേ. ഓം. ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. വിഷയം മഹാവാക്യങ്ങളും ഏകത്വ ദർശനം. ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്നതായി ഉപനിഷത്തുകളിൽ വരുന്ന ഏത് വാക്യവും മഹാവാക്യമാണ്. എന്നാൽ 4 വേദങ്ങളിൽ ഓരോന്നിൽ നിന്നും ഓരോ മഹാവാക്യം വീതം തിരഞ്ഞെടുത്തവയാണ് പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നിവ. വ്യക്തി ശരീരത്തിന് ആശ്രയമായ ബോധാംശമാണ് ജീവൻ. പ്രപഞ്ചത്തിന് ആശ്രയമായ ബോധമാണ് ബ്രഹ്മം. ഋഗ്വേദോപനിഷത്തായ ഐതരേയത്തിലെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നത്. കാണുക, മണക്കുക, കേൾക്കുക, സ്പർശിക്കുക, രസം അനുഭവിക്കുക, വികാരപ്പെടുക എന്നീ കർമ്മചലനങ്ങളാണ് ജീവിതം. മേൽപ്പറഞ്ഞ ക്രിയകൾ ഓരോന്നും ഓരോ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകതകളാണ്. ഒരിന്ദ്രിയത്തിന് മറ്റൊരിന്ദ്രിയത്തിന്റെ കഴിവില്ലെന്നുള്ളതും സ്പഷ്ടമാണ്. എങ്കിലും എല്ലാ ക്രിയകളും ചെയ്യുന്നത് ഒരാൾ തന്നെയാണെന്നാണ് സകലരുടെയും അനുഭവം. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായ ഒരു ബോധസത്ത മാറി മാറി ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങളെ ആശ്രയിച്ച് ചലിക്കുമ്പോഴാണ് വിവിധ ക്രിയകൾ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന ബോധം തന്നെയാണ് പ്രജ്ഞാനം അഥവാ ജീവൻ. വ്യക്തി ശരീരങ്ങളെ ചലിപ്പിക്കുന്ന അതേ ബോധം തന്നെയാണ് പ്രപഞ്ചത്തെ ആകെ ചലിപ്പിക്കുന്നത്. അങ്ങനെ വ്യക്തിഗതമായ ബോധസത്തയും പ്രപഞ്ചഗതമായ ബോധസത്തയും ഒന്നെന്ന് കാണിക്കാനാണ് ഉപനിഷത്ത് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മഹാവാക്യ അർത്ഥത്തിന്റെ സാക്ഷാത്കാരമാണ് ബ്രഹ്മാത്മൈക്യം. യജുർവേദോപനിഷത്തായ ബൃഹദാരണ്യകത്തിലെ മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. മനുഷ്യ ശരീരം നിർമ്മിച്ചിട്ട് പരിപൂർണനായ പരമാത്മാവ് തന്നെ ആ ശരീരത്തിനുള്ളിൽ കടന്നു നിന്നുകൊണ്ട് ബുദ്ധിക്ക് പ്രകാശമരുളി. അങ്ങനെ സാക്ഷിയായി നിന്ന് ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് സകല വ്യക്തികളിലും സദാ സ്ഫുരിക്കുന്ന ഞാൻ എന്ന ബോധം തന്നെയാണ് ജീവാത്മാവ്. ഇന്ദ്രിയ മനോബുദ്ധികളുടെ മാലിന്യങ്ങളുമായി ചേർന്നിരിക്കുമ്പോൾ അത് അഹങ്കാരമെന്നറിയപ്പെടുന്നു.
മഹാവാക്യത്തിൽ ബ്രഹ്മപദം സർവത്ര പരിപൂർണമായ പരമാത്മ സത്യത്തെ പരാമർശിക്കുന്നു. അസ്മി അഥവാ ആകുന്നു എന്ന ശബ്ദം അഹങ്കാരമായി തോന്നുന്ന ഇപ്പോഴത്തെ ഞാൻ മാലിന്യങ്ങളകന്ന് ബ്രഹ്മസത്തയായി പ്രകാശിക്കുമ്പോഴുണ്ടാകുന്ന ജീവബ്രഹ്മൈക്യം വ്യക്തമാക്കുന്നു. ഞാൻ ബ്രഹ്മമാകുന്നു എന്നത്രേ വാക്യാർത്ഥം. ചാന്തോക്യം സാമവേദ ഉപനിഷത്താണ്. അതിലെ മഹാവാക്യമത്രേ തത്വമസി എന്നത്. അത് നീ തന്നെ എന്നാണ് വാക്യാർത്ഥം. സൃഷ്ടിക്കു മുമ്പ് ഏകവും അദ്വിതീയവുമായ സത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹാവാക്യത്തിലെ തത്ത് അഥവാ അത് എന്ന പദം നിർവികാരമായ ആ അദ്വയ സത്തയെ കുറിക്കുന്നു. ജിജ്ഞാസുവായ ശിഷ്യനോടാണല്ലോ ഗുരു മഹാവാക്യം ഉപദേശിക്കുന്നത്. ശിഷ്യ ശരീരത്തിൽ ദേഹേന്ദ്രിയങ്ങൾക്കുപരി സദാ പ്രകാശിക്കുന്ന ബോധസത്തയെയാണ് ത്വം അഥവാ നീ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന സത്തയും ശിഷ്യ ശരീരത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ബോധസത്തയും ഒന്ന് തന്നെയാണ് അസി ആകുന്നു എന്ന പദം വ്യക്തമാക്കുന്നു. അസി എന്ന പദം ബ്രഹ്മാത്മൈക്യത്തെ പ്രഖ്യാപിക്കുന്നു. ഈ ഐക്യം സാക്ഷാത്കരിച്ചനുഭവിക്കൂ എന്ന് ഗുരു ശിഷ്യനോട് ഉപദേശിക്കുകയാണ്. അഥർവവേദോപനിഷത്തായ മാണ്ഡൂക്യത്തിലെ മഹാവാക്യമാണ് അയം ആത്മാ ബ്രഹ്മ എന്നത്. ഈ ആത്മാവ് ബ്രഹ്മമാണ് എന്നത്രേ വാക്യാർത്ഥം. അഹങ്കാരം മുതൽ ദേഹം വരെയുള്ള പ്രതിഭാസങ്ങളിൽ കടന്നു നിന്നുകൊണ്ട് അവയെ ചലിപ്പിക്കുന്ന ബോധത്തെയാണ് അയം ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മാവ് തന്നെയാണ് ജീവൻ. ബ്രഹ്മസത്ത തന്നെ ആത്മസ്വരൂപത്തിൽ വിളങ്ങുന്നുവെന്നുള്ള ബ്രഹ്മാത്മൈക്യം തന്നെയാണ് ഈ വാക്യത്തിൻ്റെയും സാരം. ഈ ബ്രഹ്മാത്മൈക്യം തന്നെയാണ് പരജ്ഞാനം. ബ്രഹ്മാത്മൈക്യം അനുഭവിക്കുന്നയാൾ എല്ലാം ബ്രഹ്മമായി കാണുന്നു. അതുകൊണ്ട് ഈ ജ്ഞാനാനുഭവത്തിൽ ലൗകിക കൽപ്പനകൾക്കൊന്നും പ്രസക്തിയില്ലെന്ന് സ്പഷ്ടമാണല്ലോ. ശ്രീമദ് ഭഗവത്ഗീത പറയുന്നു, വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാവേ ച പണ്ഡിതാ സമദർശിനഃ. അർത്ഥം, വിദ്യ കൊണ്ടും വിനയം കൊണ്ടും പാകത വന്ന ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും പട്ടിമാംസം ഭക്ഷിക്കുന്ന ചണ്ടാനരിൽ തന്നെയും ബ്രഹ്മനിഷ്ഠന്മാർ വസ്തുസ്വരൂപമായ ബ്രഹ്മത്തെ തന്നെ ദർശിക്കുന്നവരാണ്. പണ്ഡിതാഹ സമദർശിനഃ എന്നാണല്ലോ ഗീത പറഞ്ഞിരിക്കുന്നത്. അതായത് പണ്ഡിതന്മാർക്ക് ഏകത്വ ദർശനം ഉണ്ടാകുന്നുവെന്ന്. പണ്ഡ എന്ന പദത്തിന് ബ്രഹ്മജ്ഞാനം എന്നാണ് അർത്ഥം. പണ്ഡയുള്ളവനാണ് പണ്ഡിതൻ. എന്താണ് ബ്രഹ്മജ്ഞാനിയുടെ സമദർശിത്വം? എല്ലാത്തിനും ബ്രഹ്മത്തെ തന്നെ കാണുക. പ്രപഞ്ച ദൃശ്യങ്ങളുടെ എല്ലാം പരമകാരണം ബ്രഹ്മമാണെന്ന് ശ്രുതിയുക്തി അനുഭവങ്ങൾ കൊണ്ട് തെളിഞ്ഞയാളാണ് ബ്രഹ്മജ്ഞാനി. അപ്പോൾ കാരണമായ ബ്രഹ്മം തന്നെയാണ് കാര്യരൂപത്തിൽ പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാത്രങ്ങൾ, അവയുടെ ആകൃതി എന്തു തന്നെയായാലും എല്ലാം മണ്ണാണ്. അതുപോലെ കാരണമായ ബ്രഹ്മത്തെ അറിയുന്ന പണ്ഡിതന് കാര്യരൂപങ്ങളെല്ലാം അതേ ബ്രഹ്മം തന്നെയാണ്. ആകൃതികളുടെ വൈവിധ്യം വസ്തുവിന് മാറ്റം വരുത്തുന്നില്ല. ഇതാണ് പണ്ഡിതന്റെ ഏകത്വ ദർശനം. ബ്രഹ്മസാക്ഷാത്കാരം പുതുതായി ഉണ്ടാക്കിയെടുക്കുവാനുള്ളതോ അകലെ എങ്ങാനും പോയി നേടാനുള്ളതോ അല്ല. സർവത്ര വസ്തു ഒന്ന് തന്നെയെന്ന് കണ്ട് ചിത്തം സമനില പ്രാപിക്കുന്നത് തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം. ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ് സമ്പൂർണമായ ഏകത്വ ദർശനം. ഭേദലേശമില്ലാതെ സർവത്ര ഒരേ ബ്രഹ്മസത്യത്തെ അനുഭവിക്കാൻ കഴിയുന്നതാണ് സത്യനിഷ്ഠയുടെ പാരമ്യം. സർവം ഖല്ലുതം ബ്രഹ്മ, ഈ കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ് എന്നതാണല്ലോ പരമമായ ഉപനിഷത്ത് സിദ്ധാന്തം. ആ സമദർശനത്തിന്റെ മുൻപിൽ മിത്രമെന്നോ ശത്രുവെന്നോ സജ്ജനമെന്നോ പാപിയെന്നോ ധർമ്മമെന്നോ അധർമ്മമെന്നോ യാതൊരു വിധമായ ഭേദചിന്തയ്ക്കും ഇടമില്ലെന്ന് കാണേണ്ടതാണ്. ഇത്തരം ഭേദചിന്തകളെല്ലാം
അജ്ഞത നിമിത്തമുണ്ടാകുന്ന സാപേക്ഷ ദർശനങ്ങൾ മാത്രമാണ്. പക്ഷേ പൂർണ്ണമായ സമദർശനത്തിന് പാകത വരാത്തയാൾ അത് കൃത്രിമമായി പുറമേ പ്രകടിപ്പിക്കാൻ പാടില്ലെന്ന കാര്യം ഓർക്കേണ്ടതാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, കടുവയും ബ്രഹ്മം തന്നെയാണ്, എന്നാൽ അതുകൊണ്ട് അതിനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയൊന്നും വേണ്ട. ദൂരെ നിന്ന് അതിലുള്ള ബ്രഹ്മചൈതന്യത്തെ മനസ്സാ ഒന്ന് വണങ്ങിയാൽ മതിയെന്ന്. അതുകൊണ്ട് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ക്രിയാദ്വൈതം ആവശ്യമില്ല, ഭാവാദ്വൈതം മാത്രം മതിയാകും. സിദ്ധനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യാസങ്ങളൊന്നും തന്നെ പ്രസക്തമല്ല. എല്ലാ സാധനകളും പൂർണ്ണമായി അദ്വൈതാനുഭവത്തെ അഥവാ സമബുദ്ധിയെ ലക്ഷ്യമാക്കിയുള്ളവയാണെന്ന് ഓർക്കേണ്ടതാണ്. ആത്മസാക്ഷാത്കാരം വഴി സർവത്ര സമദർശനമെന്ന സമ്പൂർണ്ണ ബ്രഹ്മനിഷ്ഠ നേടിയെടുക്കാൻ അത്യന്താപേക്ഷിതമായ ഒരു യോഗ സാധനയാണ് ധ്യാനം. ഏകാന്ത ധ്യാനം ദൃഢപ്പെടുന്നതോടെ ചിത്തത്തിന് സത്യബോധവും സമഭാവനയും കൂടി വരും. തുടർന്ന് കർമ്മരംഗം പ്രകാശമയമാകുന്നതോടൊപ്പം ജീവൻ മുക്തിയും സുനിശ്ചിതമാകും. ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരു പാടുന്നു, ഒരു മതമന്യനു നിന്ദ്യമെന്നൊന്നിലോകം കരുവനവരന്റെ കണക്കിനൂനമാകും ധരയിലിതന്റെ രഹസ്യമൊന്നു താനെന്നറിവളവും ക്രമമെന്നറിഞ്ഞിടേണം. ഒരു സത്യാന്വേഷണ മാർഗം അത് അംഗീകരിക്കാത്ത ആളിന് ദോഷയുക്തമായി തോന്നുന്നു. ഒന്നിൽ വിവരിക്കുന്ന സത്യം അന്യമതാനുയായികളുടെ ദൃഷ്ടിക്ക് അപൂർണമായി തോന്നും. ഈ ലോകത്തെ ഈ അഭിപ്രായ ഭേദങ്ങളുടെയൊക്കെ രഹസ്യം സ്വസ്വരൂപമായ അദ്വൈതാത്മരഹസ്യം അറിയായികയാണെന്ന് ധരിക്കുന്നത് വരെ മറ്റെല്ലാം അല്പദർശനങ്ങളായ ഭ്രമമാണെന്ന് ഓർക്കേണ്ടതാണ്. പരമസത്യം പുറമേ അന്വേഷിക്കുന്നത് കൊണ്ട് ഒരിക്കലും തെളിയുകയില്ല. അവനവന്റെ ഉള്ളിലാണ് സത്യം ആദ്യം കണ്ടെത്തേണ്ടത്. മതാനുയായികളിൽ തന്നെ മിക്കവാറും പേർക്ക് സത്യാന്വേഷണ രഹസ്യം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പുറമേ ഉണ്ടെന്ന് കരുതുന്ന ഏതെങ്കിലും അല്പദർശനങ്ങളെ സത്യമെന്ന് ഭ്രമിച്ചാണ് അവർ വാദകോലാഹലങ്ങൾ നടത്തുന്നത്. സമസ്ത പ്രപഞ്ചവും ഒരേ ഒരു ചൈതന്യം തന്നെയാണെന്നാണ് അദ്വൈത വേദാന്തം ഘോഷിക്കുന്നത്. അപ്പോൾ ജാതി മത ലിംഗ ഭേദങ്ങളൊന്നും ഒരു വേദാന്തിയെ തീടാൻ പാടില്ലെന്ന് പറയേണ്ടതില്ലല്ലോ. ഭേദമെന്ന പദം തന്നെ ബ്രഹ്മത്തിന് വിരുദ്ധമാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു വേദാന്തിയുമാണ്. ഈ രണ്ട് പ്രസ്താവനകൾ പരസ്പര വിരുദ്ധങ്ങളാണ്. ഞാൻ ഹിന്ദുവാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ എനിക്ക് അന്യമാണെന്നും ചർച്ചും മസ്ജിദും എനിക്ക് അഗമ്യമാണെന്നുമുള്ള അർത്ഥം അവിടെ വന്നു പോകുന്നു. വസ്തു ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല എന്ന് ശഠിക്കുന്ന വേദാന്തിക്ക് അതെങ്ങനെ സ്വീകാര്യമാകും? ഒന്നുകിൽ ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു വേദാന്തിയല്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഞാനൊരു വേദാന്തിയാണ്, ഞാൻ സർവമതാശ്ലേഷിയാണെന്ന് പറയണം. അപ്പോൾ അവ പരസ്പര വിരുദ്ധമാവില്ല. ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു വേദാന്തിയാണെന്ന പ്രസ്താവന തികച്ചും പരസ്പര വിരുദ്ധം തന്നെ. ഇനിയും കുറച്ചുകൂടെ നേരത്തെ ഉണ്ടായിരുന്നു, സമയം ഇല്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഇതിൽ ഉണ്ടാകുന്ന സംശയം പരമാവധി നമുക്ക് വൈകിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാം.